പല നിറങ്ങളിലെ പൂക്കൾ വരുന്നൊരു ബ്രേസ്ലെറ്റ് ചെയ്യാൻ പോവാണ്. പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി 4 കളറിലെ മുത്തുകളാണ് എടുത്തിട്ടുള്ളത്. സിംഗിൾ കളറിലെ പൂക്കളായാലും നല്ല ഭംഗിയാണ്. ഒരു സ്റ്റെമ്മിൽ പൂക്കൾ നിൽക്കുന്ന പോലെയാണ് ഈ ബ്രേസ്ലെറ്റിന്റെ മോഡൽ. അപ്പോൾ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ സീഡ് ബീഡ്സും എടുത്തിട്ടുണ്ട്. പൂക്കളുടെ മധ്യഭാഗത്തേക്ക് വേണ്ടി കുറച്ച് വലിയ സൈസിലെ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിവിടെ 4 കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേസ്ലെറ്റ് കോർക്കാൻ വേണ്ടി ഡയമോയുടെ സൈസ് ബി ത്രെഡ് ആണ് എടുക്കുന്നത്. മുത്ത് കോർക്കാൻ വേണ്ടി ബീഡിംഗ് നീഡിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് കൂടാതെ ജംറിങ്ങും ക്ലാസ്പും നമുക്ക് ആവശ്യമാണ്. വീഡിയോയിൽ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ സൈസിലെ ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം പൂക്കൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ത്രെഡ് എടുത്ത ശേഷം അതിലേക്ക് 5 ബീഡ്സ് കോർത്തെടുക്കുക. ഈ 5 ബീഡ്സും നൂലിന്റെ അറ്റത്തേക്ക് കൊണ്ടുവന്ന ശേഷം അതിനെ ഒന്ന് ചുറ്റിക്കെട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ. 5 ബീഡ്സ് ആണ് ഫസ്റ്റ് റോയിൽ വരുന്നത്. ഇനി ഒരു മുത്തെടുത്ത് ആദ്യത്തെ ബീഡിനുള്ളിലൂടെ കോർത്തെടുക്കുക. വീണ്ടും മറ്റൊരു ബീഡെടുത്ത് തൊട്ടടുത്ത ബീഡിനുള്ളിലൂടെ കോർത്തെടുക്കുക. വീണ്ടും ഒരു ബീഡ് എടുത്ത് അടുത്ത ബീഡിലൂടെ കോർക്കുക. ഒരു ബീഡ് എടുത്ത ശേഷം അടുത്ത ബീഡിലൂടെ കോർത്ത് ഒരു ബീഡ് കൂടി എടുത്ത ശേഷം തൊട്ടടുത്ത ബീഡിലൂടെ കോർത്തെടുക്കുക. ഇപ്പൊ നമ്മുടെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. രണ്ടാമത്തെ റോയിലും 5 മുത്തുകളാണ് നമ്മൾ കോർത്തെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് റോയിലെ മുത്തുകൾക്കിടയിലായിരിക്കും സെക്കൻഡ് റോയിലെ മുത്തുകൾ വന്നിരിക്കുന്നത്. ഇനി സെക്കൻഡ് റോയിലെ ആദ്യത്തെ മുത്തിലൂടെ നൂല് മാത്രം കോർത്തെടുക്കുക. ത്രെഡിന്റെ ടെയിൽ ഇനി നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടുത്തതായിട്ട് പൂക്കളുടെ ഇതളുകളാണ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് 5 ബീഡ്സ് എടുക്കുക. അവസാനം നൂല് കോർത്ത് വെച്ചിരിക്കുന്ന മുത്തിലൂടെ ഒന്നുകൂടി തിരിച്ചു കോർത്തെടുക്കുക. അടുത്ത 2 മുത്തിലൂടെ നൂല് മാത്രം കോർത്തെടുക്കും. അടുത്തതായിട്ട് 3 മുത്തെടുക്കുക. ഒരു മുത്ത് സ്കിപ്പ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള 3 മുത്തിലൂടെയും കോർത്തെടുക്കുക. അങ്ങനെ ആദ്യത്തെ ഇതള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ മുത്തിലൂടെ നൂല് മാത്രം കോർത്തെടുക്കുക.
വീണ്ടും 5 മുത്തെടുത്ത് അവസാനം കോർത്തു വച്ചിരിക്കുന്ന മുത്തിലൂടെ ഒന്നുകൂടി തിരിച്ചു കോർക്കുക. അടുത്ത 2 മുത്തിലൂടെ നൂല് മാത്രം കോർത്തെടുക്കുക. വീണ്ടും 3 മുത്തെടുത്ത് തൊട്ടടുത്ത മുത്ത് സ്കിപ്പ് ചെയ്തിട്ട് 3 മുത്തുകൾക്കുള്ളിലൂടെ കോർത്തെടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ഇതളും കംപ്ലീറ്റ് ആയി. ഇതുപോലെ നമുക്ക് 5 ഇതളുകളാണ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ 5 ഇതളുകളും കംപ്ലീറ്റ് ആയി. ഇനി പൂവിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാം. അതിനുവേണ്ടി പൂവിന്റെ ആദ്യത്തെ ഇതളിലെ 2 മുത്തിലൂടെ നൂല് മാത്രം കോർത്തെടുക്കുക. വീണ്ടും ഇടതുവശത്തുള്ള 2 മുത്തിലൂടെയും കോർത്തെടുക്കുക. വീണ്ടും രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ 2 മുത്തിലൂടെ കോർത്തെടുക്കുക. ഇനി ഇടതുവശത്തുള്ള 2 മുത്തുകളിലൂടെയും കോർത്തെടുക്കുക. ഇതുപോലെ 5 ഇതളുകളിലൂടെയും നൂല് കോർത്തെടുക്കുക.
ഇതളുകളിലും കോർത്തെടുത്ത ശേഷം നൂല് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോൾ പൂവിന് നല്ലൊരു ഷേപ്പ് കിട്ടും. ഇനി ആദ്യത്തെ ഇതളിലെ 2 മുത്തിലൂടെ നൂല് താഴേക്ക് കോർത്തെടുത്ത് ടൈറ്റ് ചെയ്ത് കെട്ടുക. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. ഇനി ബ്രേസ്ലെറ്റിന് ആവശ്യമുള്ള അത്രയും ലെങ്തിൽ പച്ച സീഡ് ബീഡ്സ് കോർത്തെടുക്കാം. ആദ്യം 7 സീഡ് ബീഡ്സ് എടുത്ത ശേഷം നൂലിന്റെ അറ്റത്തായിട്ട് അതിനെ ചുറ്റിക്കെട്ടുക. ഇതിൽ നമുക്ക് ജംപറിങ്ങോ കൊളുത്തോ ഒക്കെ ഇടാവുന്നതാണ്. ഇനി ആവശ്യമുള്ള അത്രയും ലെങ്തിൽ മുത്ത് കോർത്തെടുത്ത ശേഷം രണ്ടാമത്തെ അറ്റവും ഇതുപോലെ 7 ബീഡ്സ് വെച്ച് ചുറ്റിക്കെട്ടുക. ഇനി ആദ്യത്തെ 3 ബീഡിലൂടെ തിരിച്ചു കോർക്കുക. ഇനി 3 സീഡ് ബീഡ്സ് കോർത്തെടുക്കുക. അതിനുശേഷം ഒരു ഫ്ലവറും ഒരു വലിയ ബീഡും ആഡ് ചെയ്യുക. അതിനുശേഷം വലിയ ബീഡിനെ സ്കിപ്പ് ചെയ്ത് പൂവിലൂടെയും അതിന് മുൻപത്തെ 3 സീഡ് ബീഡിലൂടെയും തിരിച്ചു കോർക്കുക. അടുത്ത 3 സീഡ് ബീഡിലൂടെ നൂല് മാത്രം കോർക്കുക. വീണ്ടും ആദ്യം ചെയ്തതുപോലെ സീഡ് ബീഡ്സും ഫ്ലവറും ഒക്കെ ആഡ് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ എല്ലാ ഫ്ലവേഴ്സും ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലവേഴ്സ് എല്ലാം ആഡ് ചെയ്ത ശേഷം നൂല് ടൈറ്റ് ചെയ്ത് കെട്ടുക.
ഇനി ക്ലാസ്പ് ഇട്ട് കൊടുക്കാം. അപ്പോ ബ്രേസ്ലെറ്റ് റെഡിയായി. ബ്രേസ്ലെറ്റ് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമന്റിൽ പറയാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശുഭം.